ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മാവേലിക്കരയിലുള്ള ഫോർട്ട് വിൻസെൻ്റാണ് നമ്മളുള്ളത്. എൻ്റെ CEO ആയ ജോൺ വർഗീസിനെയാണ് നമ്മളിന്ന് മീറ്റ് ചെയ്യുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഈ 40 ഫെൻസ് ക്രിയേഷൻസിൻ്റെ സ്ഥലം എവിടെയാണ്? ഇത് ശരിക്കും വഴിവാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. മാവേലിക്കരയിലാണ്. മാവേലിക്കര ആണ്. മാവേലിക്കരയിൽ, ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ. നമ്മൾ സിറ്റിയിൽ നിന്ന് എത്രത്തോളം ദൂരമുണ്ട് ഇങ്ങോട്ട്? ഒരു 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് എത്ര വർഷമായി? ഇത് 8 വർഷമായി. 8 വർഷം. ഈ കമ്പനിയെ കുറിച്ചിട്ട് എന്താണ്, ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും നമുക്കൊന്ന് പ്രേക്ഷകർക്കൊന്ന് അറിയാനും. ഓക്കെ. ഇതിനകത്ത് സാധാരണ നമ്മൾ കോൺക്രീറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. കോൺക്രീറ്റ് നമ്മൾ വീടൊക്കെ ചെയ്യുമ്പം കോൺക്രീറ്റ് എങ്ങനെ ചെയ്യുന്നു അതേ സെയിം സാധനത്തിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അത് നമുക്ക് പല പല മോൾഡിങ് ഉണ്ടോ ഇതിൻ്റെ അത്? ഈ പറയുന്ന ഡിസൈൻ കുറച്ചുണ്ട്. ഡിസൈൻ ചെയ്തിട്ട് അത് നമ്മൾ പെയിന്റ് ചെയ്യുന്നു അല്ലേ? അതെ, ഡിസൈൻ സാധാരണ സാധാരണ പെയിന്റ് ആണ്. ഇത് നമുക്ക് എത്ര വർഷം വരെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഇതൊരു 25 വർഷം ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 25 വർഷം വരെ. ഓക്കെ. ഇത് ശരിക്കും മെയിനായിട്ട് കോമ്പൗണ്ട് വാളായിട്ടാണ്, മതിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ അല്ലാതെ ഇവർക്ക് ഇപ്പം വെയർഹൗസിന്റെ ചുറ്റി വേണമെങ്കിൽ വാളായിട്ട് ഉപയോഗിക്കാം. ഇതല്ലാതെ ലേബർ ഷെഡൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ചില ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഈ ഒരു കൺസെപ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാര്യം മെയിനായിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെയായിരുന്നു. എനിക്ക് അറൗണ്ട് 38 ഇയേഴ്സിൻ്റെ സിവിൽ എക്സ്പീരിയൻസ് ഉണ്ട്. സോ അങ്ങനെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഈ ഡിസൈൻസൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്താണ്. അത് ഞാൻ തന്നെ ആളിനെ വെച്ചിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല മിക്കതും. കുറച്ച് മാത്രമേ ഉള്ളൂ. നേരത്തെ ഇവിടെയൊക്കെ ഉണ്ട്, അവിടെ പല വേറെ സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ട്, ഇവിടെ ഇല്ല. ഇത് എൻ്റെ അറിവിൽ ഈ ചില ഡിസൈൻസൊക്കെ ആരും ചെയ്തിട്ടില്ല. എത്ര ഡിസ്റ്റൻസ് വരെ നമുക്ക് ഈ സാധനം ഓർഡർ വന്നാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും? ഇപ്പം ഞാൻ തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെ ഇവിടെ ചെയ്യുന്നുണ്ട്. സോ അടുത്ത മാസം ഞങ്ങൾ തൃശ്ശൂർ ഒരു യാർഡ് തുടങ്ങാൻ പോവാം. ഓക്കെ. ഇപ്പോൾ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, അതെ അതല്ലേ ആ സ്ഥലങ്ങളിലേക്ക് അല്ലേ? വാള് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റംസ് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടോ? വാളെന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് വാളിന് വേണ്ടിയുള്ള എല്ലാ സാധനവും ഉണ്ട്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഗേറ്റ് വേണം. ഓക്കെ. ഗേറ്റിന് പില്ലർ അഡീഷണൽ ചെയ്യണം. ഓക്കെ. അങ്ങനെ പില്ലർ മാത്രമായിട്ട് സെപ്പറേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് പ്ലെയിൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും. ഞാനൊരു വ്യത്യസ്തമായിട്ടൊരു ഡിസൈനോട് കൂടി ഇത് ഇപ്പൊ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നത് ഇത് ശരിക്കും ഒരു ഞാൻ ഡിസൈൻ ചെയ്തെടുത്തതാ. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, അതേ പൈസക്ക് ചെയ്യാനും പറ്റും, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. സ്ട്രോങ്ങുമാണ്, ലൈഫും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഡിസൈനുമായി കോമ്പൗണ്ട് വാളുമായി പെട്ടെന്നുമാകും. ഇതിന്റെ വേറെ ഡിസൈൻസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ഇനിയുണ്ട്. ആണല്ലേ? ഇത് നമുക്ക് എത്ര ഹൈറ്റ് വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും? കോമ്പൗണ്ട് വാൾ ശരിക്കും പറഞ്ഞാൽ 1 അടി തൊട്ട് 8 അടി വരെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞ ഈ സാധനം നമ്മൾ സപ്ലൈ ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് എന്താണ്? ഇപ്പം ഞാൻ പറയുന്ന അല്ലല്ലോ ശരി. അതെ, അല്ല എന്നാലും ഇപ്പൊ സാറിന് ഇപ്പോൾ ഈ സാധനം സപ്ലൈ ചെയ്തിട്ട് ഇത്രത്തോളം 8 വർഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു അത് ഞാൻ പറയുന്ന അല്ല ശരി. ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൽ എൻ്റെ റിവ്യൂ കിടപ്പുണ്ട്. കസ്റ്റമേഴ്സ് റിവ്യൂ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നേരത്തെ ഒരു വേറെ കമ്പനിയുടെ പേരിലായിരുന്നു, അതിനകത്തും റിവ്യൂ കിടപ്പുണ്ട്. ഇപ്പോൾ ഉള്ള കമ്പനിയിൽ അത്യാവശ്യം റിവ്യൂസൊക്കെ കിടപ്പുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ കാര്യം. ഈ കസ്റ്റമേഴ്സിന് ഈ മെറ്റീരിയലിനെ പറ്റി അറിയത്തില്ല. അപ്പോൾ പല ഡൗട്ട്സാണ് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ, പല ഡൗട്ട്സ് ഉണ്ട്.
അപ്പോൾ അത് ഈ കസ്റ്റമർ റിവ്യൂ ഇട്ടിരിക്കുന്നത് അവരും കണ്ടിട്ട് അതിശയിച്ച് പോയിട്ട് അതിനകത്ത് റിവ്യൂ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അവർക്ക് കസ്റ്റമർ പറയുന്നതല്ലേ നല്ലത്, ഞാൻ പറയുന്നതല്ലല്ലോ. ശരി. പക്ഷേ നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ കണ്ടിരുന്നു, ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു കോൺക്രീറ്റ് സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ പണ്ട് മതിൽ കെട്ടാറില്ല, സ്റ്റീവ് വെച്ചിട്ട് മതിൽ കെട്ടുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് തമ്മിലുള്ള കോസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം വല്ല വേരിയേഷൻ ഉണ്ടോ? കോസ്റ്റ് വേരിയേഷൻ ഉണ്ട്. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ റബ്ബിള് പാറ വെച്ച് കെട്ടി 2 അടിയെങ്കിലും ഫൗണ്ടേഷൻ ചെയ്ത് അതിൻ്റെ പുറത്തൊരു കോൺക്രീറ്റിൻ്റെ ബെൽറ്റ് കൊടുത്ത് അതിൻ്റെ പുറത്ത് കട്ട വെച്ച് പ്ലാസ്റ്റർ ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ പണിയാണെങ്കിൽ ഇത് 60,000 കൊണ്ട് തീരും. അത്രക്ക് 40-60 ഡിഫറൻസ് ഉണ്ട്. ആണല്ലേ? ഓക്കെ. പിന്നെ മറ്റേതിനെക്കാട്ട് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പണിയും തീരും അല്ലേ? ഫാസ്റ്റ് ലൈഫ്, അതെ അല്ലേ? പിന്നെ സ്പേസ്. മറ്റേത് ചെയ്യാൻ 1.5 അടി വീതി വേണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് 6 ഇഞ്ച് മതി. അപ്പോൾ 1 അടി സ്പേസ് ലാഭിക്കാം ഇതിനകത്ത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഇതുണ്ടല്ലോ ഗ്രൗണ്ടിൽ നമ്മൾ പില്ലർ ഇത് ചെയ്യുമോ? നമ്മൾ ഗ്രൗണ്ട് ബേസ്മെന്റ് ആയിട്ട് ഇതിനകത്ത് ആവശ്യമില്ല, നമ്മുടെ സ്ലാബ് തന്നെ താഴ്ത്തി വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. ബേസ്മെന്റ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. കോളം നാട്ടിയതിന് ശേഷം ഒരു കോൺക്രീറ്റ് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം മറ്റേ വേറൊരു ഡൗട്ടൊന്ന് സാറിനോട് ചോദിച്ചോട്ടെ. സംഗതി നമ്മളെ ഇപ്പം സ്നേഹമതിലെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ കൊണ്ടുത്താ, അത് ഇതായിട്ട് വളരെ വ്യത്യാസങ്ങളുണ്ടല്ലോ അല്ലേ? എൻ്റെ തമ്മിലുള്ള വ്യത്യാസം ചുരുക്കി പറഞ്ഞാൽ അതിനേക്കാളും 10 മടങ്ങ് ബലം, ഇരട്ടി വില. ചുരുക്കി പറയുക, ഇരട്ടി വിലയുണ്ട്. അപ്പോൾ ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ പുതിയ തലമുറ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് സാറിൻ്റെ? അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ആവശ്യമുള്ള സാധനത്തിന് നോക്കുക. അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന സാധനം ഒരു കസ്റ്റമറിനെ ഏൽപ്പിച്ചാൽ എടുക്കത്തുമില്ല. എനിക്കിതറിയാം, എനിക്കിതുണ്ടാക്കാൻ അറിയാം, അത് കസ്റ്റമർ മേടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ശരിയല്ലേ? തല്ലി ഏൽപ്പിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞാൻ ഉണ്ടാക്കുക, നിങ്ങൾ തന്നെ വരും മേടിക്കാം. അപ്പോൾ ഈ സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങൾക്കും വളരെ നന്ദി. ഓക്കെ. അപ്പോൾ ഇനിയും ഉയർലങ്ങളിലേക്ക് എത്തിയിട്ട് പല ബ്രാഞ്ചുകൾ നടക്കട്ടെ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. നമ്മുടെ ഡ്രീം മീഡിയയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ.